ഹലോ എവ്രി വൺ. അപ്പൊ നമ്മൾ ഇന്നലെ ടെൻസ് പഠിക്കാൻ തുടങ്ങിയല്ലേ? ഇന്നത്തെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് കണ്ടിട്ട് ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യൂ കേട്ടോ. ഫൈൻ. അപ്പൊ നമ്മൾ ഇന്നാണ് ടെൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ആദ്യത്തെ ടെൻസ് ആയ സിമ്പിൾ പ്രസന്റിനെ കുറിച്ച്. ഈ ക്ലാസ്സിൽ സിമ്പിൾ പ്രസന്റിൽ ഒരു എക്സാം എഴുതാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ എല്ലാ കാര്യങ്ങളും ഞാൻ ബേസ് മുതൽ എൻഡ് വരെ പറയും കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ. ഫൈൻ. അപ്പം ചാർട്ടിലോട്ട് ശ്രദ്ധിച്ചോളൂ. സിമ്പിൾ പ്രസന്റിന്റെ ഫോർമുല എന്താണ്? ശ്രദ്ധിക്കുക. സബ്ജക്ട് പ്ലസ് V1 പ്ലസ് SORES പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് V1 SORES ഒബ്ജക്റ്റ്. അവിടെ ഞാൻ SORES എന്ന് ആഡ് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റിന് അക്കോർഡിംഗ് ആയി വേണം നമ്മൾ എപ്പോഴും വെർബ് എഴുതാനെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ തന്നിരിക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ നിങ്ങൾ SOESO ചേർക്കണം. അതാണ് അതിന് താഴെ സിംഗുലർ വെർബ്, സിംഗുലർ സബ്ജക്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, എസും ഇഎസും ചേർത്ത് പറഞ്ഞാലേ സിമ്പിൾ പ്രസന്റിലെ സിംഗുലർ വെർബ് ആവുന്നുള്ളൂ. എന്നാൽ സബ്ജക്റ്റ് പ്ലൂറലുകളാണെങ്കിൽ സിമ്പിൾ പ്രസന്റിൽ എഴുതാൻ നിങ്ങൾക്ക് എന്ത് മാത്രം യൂസ് ചെയ്താൽ മതി? V1 മാത്രം യൂസ് ചെയ്താൽ മതി. അതാണ് V1ന്റെ താഴെ പ്ലൂറൽ എന്നും SESന്റെ താഴെ സിംഗുലർ എന്നും മാർക്ക് ചെയ്തിരിക്കുന്നത്. സിംഗുലർ എഴുതണമെങ്കിൽ, സിംഗുലർ ആണ് സബ്ജക്റ്റ്, സിംഗുലർ വെർബ് കിട്ടണമെങ്കിൽ സിമ്പിൾ പ്രസന്റിൽ എങ്ങനെ എഴുതണ്ടേ? വെർബ് എഴുതിയതിന്റെ കൂടെ SOESും ചേർക്കുക. പ്ലേ എഴുതിയാൽ പ്ലേസ്, പ്ലേയുടെ കൂടെ SES ചേർന്നാലേ ഇത് എന്താവുന്നുള്ളൂ? സിംഗുലർ ആവുന്നുള്ളൂ. പ്ലൂറൽ ആവണമെങ്കിൽ എന്ത് തന്നെ മതി? പ്ലേ തന്നെ മതി. ഓക്കെ, ഇനി സിമ്പിൾ പ്രസന്റിൽ തന്നെ ഒരു നെഗറ്റീവ് സെൻസ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് നോട്ട് ചേർക്കണം അല്ലെ? നോട്ട് സാധാരണഗതിയിൽ നമ്മൾ സബ്ജക്റ്റിന്റെ കൂടെയും വെർബിന്റെ കൂടെയും അല്ല ചേർക്കുന്നത്, ഒരു ഓക്സിലറി വെർബിന്റെ കൂടെയാണ്. ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന്റെ കൂടെ നമുക്ക് നോട്ട് ചേരുന്നുള്ളൂ. അപ്പൊ ഈ ഫോർമുലയിൽ ഡയറക്ട്ലി ഒരു ഓക്സിലറി വെർബ് തന്നിട്ടില്ലാത്തത് കൊണ്ട് അതിന് സ്പ്ലിറ്റ് ഔട്ട് ചെയ്ത്, വെർബിൽ നിന്ന് നമുക്ക് സ്പ്ലിറ്റ് ഔട്ട് ചെയ്ത് ഓക്സിലറി വെർബ് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഓക്സിലറി വെർബ് ഉൾപ്പെടുന്ന സിമ്പിൾ പ്രസന്റിന്റെ ഫോർമുല എങ്ങനെയാണ്? സബ്ജക്ട് പ്ലസ് ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഇത് എങ്ങനെ കിട്ടി എന്നുള്ളത് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ ശേഷം പറഞ്ഞുതരാം കേട്ടോ. അപ്പോ സബ്ജക്ട് പ്ലസ് ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് എന്നാണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്. ഡു ഡസ് ആണ് സിമ്പിൾ പ്രസന്റിലെ ഓക്സിലറി വെർബ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് നോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് V1 എഴുതി ഒബ്ജക്റ്റ് എഴുതാം. അങ്ങനെ വന്നാലും ടെൻസ് ഏതായിരിക്കും? സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. അപ്പൊ സിമ്പിൾ പ്രസന്റ് ഫോർമുല നിങ്ങളുടെ മനസ്സിൽ ഫീഡ് ചെയ്യേണ്ടത് സബ്ജക്ട് പ്ലസ് V1 പ്ലസ് SORES പ്ലസ് ഒബ്ജക്റ്റ്. SORES എവിടെ മാത്രമേ ഉള്ളൂ? സിംഗുലർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതർവൈസ് സബ്ജക്ട് പ്ലസ് ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഡു വരുന്നത് പ്ലൂറലിന്റെ കൂടെ, ഡസ് വരുന്നത് സിംഗുലറിന്റെ കൂടെ. ഇതെന്താന്നുള്ളത് ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ സിംഗുലർ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഹിയെ, ഷിയെ, ഇറ്റ് അങ്ങനെയൊക്കെ ഉള്ളത്, രാജു, രാമു അങ്ങനെയൊക്കെ വരുന്നത് സിംഗുലറുകളാണ്. സിംഗുലറിന്റെ കൂടെ നിങ്ങൾ സിമ്പിൾ പ്രസന്റിൽ വെർബ് എങ്ങനെ എഴുതുക? ഗോസ് എന്നും പ്ലേസ് എന്നും റൈറ്റ്സ് എന്നും ഒക്കെയാണ് എഴുതുന്നത്. ഗോന്റെ കൂടെ ES ചേർത്ത് ഗോസും പ്ലേയുടെ കൂടെ S ചേർത്ത് പ്ലേസും ആയപ്പോഴാണ് സിംഗുലർ സബ്ജക്റ്റ് ആപ്റ്റായ സിംഗുലർ വെർബ് ആയത്. അതല്ല പ്ലൂറലുകൾ I, we, you, they, രാജു ആൻഡ് രാമു, ബുക്സ്, പെൻസ് അങ്ങനെയൊക്കെയുള്ള പ്ലൂറലുകളാണ് വരണമെങ്കിൽ വെർബ് ബേസ് ഫോമിൽ മാത്രം വന്നാൽ മതി. അതായത് ഗോയും പ്ലേയും യൂസ് ചെയ്താൽ തന്നെ അത് സിമ്പിൾ പ്രസന്റിലാണ്. വെരി സിമ്പിൾ. 2 എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഹി പ്ലേസ് ക്രിക്കറ്റ്. അവിടെ പ്ലേസ് എന്ന് വരാൻ കാരണം ഹി സിംഗുലർ ആയതുകൊണ്ട്, അതുകൊണ്ടാണ് ആ സെന്റൻസ് സിമ്പിൾ പ്രസന്റിലായത്. ഇനി അത് ഞാനാണ് കളിക്കണമെങ്കിലോ? ഐ പ്ലേ ക്രിക്കറ്റ്. ഐ പ്ലൂറൽ ആണ്. സോ എന്ത് ഉപയോഗിച്ചാൽ മതി? വെർബ് പ്ലേ എന്ന് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനിയാണ് നമ്മുടെ ഫോർമുല. രണ്ടാമത്തെ എഴുതിയ നമ്മൾ ഫോർമുല, ഓക്സിലറി ഉൾപ്പെടുന്ന ഫോർമുല എങ്ങനെ കിട്ടി എന്ന് പഠിക്കാൻ പോകുന്നത്. അതെങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ വെർബിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത് എന്ന് മനസ്സിലാക്കണം. വെർബിനെ സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെയാണ് നമുക്ക് ഓക്സിലറി വെർബ് കിട്ടുന്നത് എന്ന് പഠിക്കാം. ഓക്സിലറികൾ 24 ഉണ്ടല്ലോ. ഈ 24 നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഓൺലി 3 ഓക്സിലറി വെർബുകൾ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടുന്നതുള്ളൂ. ബാക്കിയുള്ളതൊന്നും സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫോർമുലയിൽ തന്നെ അത് ഉണ്ടാവും. അതുകൊണ്ട് ഈ 3 ഓക്സിലറി വെർബുകൾ സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടുന്നത് ഡുവോ, ഡസോ, ഡിഡോ ആണ്. ഇത് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഈ സ്പ്ലിറ്റ് ചെയ്യാൻ അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നോക്കിക്കോളൂ, ടെൻസിനെ ബേസ് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ ടാഗിലാണ് കൂടുതലും യൂസ്. അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ ടാഗിൽ ഞാനിത് പറഞ്ഞു തരില്ല. ശ്രദ്ധിച്ചോ. ഹൗ ടു സ്പ്ലിറ്റ് എ വെർബ്. അടുത്ത ചാപ്റ്ററാണ് ഹൗ ടു സ്പ്ലിറ്റ് എ വെർബ്. വെർബിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം എന്നിട്ട് ഓക്സിലറി കണ്ടെത്താം എന്നാണ് നമ്മുടെ ടാസ്ക് കേട്ടോ. ശ്രദ്ധിക്കുക. വെർബ്, അതായത് നമ്മൾ സിമ്പിൾ പ്രസന്റിൽ പഠിച്ചത് 2 തരത്തിൽ വെർബാണ്. ഒരു സിംഗുലർ വെർബും എസും ഇഎസ് ഒക്കെ ചേർന്ന് വരുന്ന സിംഗുലർ വെർബും അതില്ലാതെ നിൽക്കുന്ന ബേസ് ഫോമായ പ്ലൂറൽ വെർബും. അപ്പൊ എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ. സിംഗുലർ വെർബായ
പ്ലേസ് എന്ന വാക്കിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? പ്ലേസിനകത്ത് ഒളിച്ചു കിടക്കുന്ന ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഡസ് ആണ്. ഡസിന്റെ കൂടെ പ്ലേ ചേർന്നാണ് എന്തായത്? പ്ലേസ് ആയത്. അപ്പൊ ഡസ് പ്ലസ് പ്ലേ എന്ത് കിട്ടി നമുക്ക്? പ്ലേസ് കിട്ടി. ഇനി വാട്ട് അബൌട്ട് പ്ലേ? പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലൂറൽ ആണ്. പ്ലേ ഇസ് ഈക്വൽ ടു ഡു പ്ലസ് പ്ലേ. പ്ലേക്ക് അകത്ത് ആര് ഒളിച്ചിരിപ്പുണ്ട്? ഡു ഒളിച്ചിരിപ്പുണ്ട്. ഡു പ്ലസ് പ്ലേ എന്നാണ്. ഇനി ഇതാണ് നമുക്ക് ഇവിടെ ആവശ്യം. പ്ലൂറലിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഡു പ്ലസ് പ്ലേ എന്നും സിംഗുലറിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഡസ് പ്ലസ് പ്ലേ എന്നും കിട്ടി. ഇത് രണ്ടുമേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ സിംഗുലറുടെ കൂടെ ഡസ് എഴുതുക, പ്ലൂറലിന്റെ കൂടെ ഡു എഴുതുക എന്ന് ഓർക്കുക. ഇനി ഈ വെർബിന് ഒരു രണ്ടാമത്തെ ഫോം കൂടെ ഒരാളെ കൂടെ സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടും. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ പറയാണ്. മറ്റൊരു ടെൻസിലാണ് നമുക്ക് ആവശ്യമെങ്കിലും ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി പറയാണ് കേട്ടോ. വെർബിന്റെ സെക്കൻഡ് ഫോം, പ്ലേ എന്ന വെർബിന്റെ സെക്കൻഡ് ഫോം എന്താ? പ്ലേഡ് ആണ് അല്ലേ? പ്ലേഡിനെ സ്പ്ലിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡിഡ് പ്ലസ് പ്ലേ എന്ന് കിട്ടും. ഡിഡിന്റെ കൂടെ പ്ലേ ചേർന്നാണ് എന്തായി മാറിയത്? പ്ലേഡ് ആയി മാറിയത്. ഇനി നിങ്ങൾ ചോദ്യത്തിൽ ഡുവോ ഡസോ ഡിഡോ ആഡ് ചെയ്ത് പറയുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ SESO EDO ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഡു പ്ലസ് പ്ലേ, ഡസ് പ്ലസ് പ്ലേ, ഡിഡ് പ്ലസ് പ്ലേ എന്നാണ് ബേസ് ഫോം മാത്രം എഴുതിയാൽ മതി. ഇനി ഡൂവും ഡസും ചേരാതെയാണ് നിങ്ങൾ എഴുതണമെങ്കിൽ സിംഗുലർ ആണെങ്കിൽ SORES ചേരണം, പ്ലൂറൽ ആണെങ്കിൽ V1 മാത്രം മതി, പാസ്റ്റ് ആണെങ്കിൽ ED ചേർക്കുക എന്ന് മറക്കരുത്. അപ്പൊ V2വിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഡിഡ് കിട്ടുകയും സിംഗുലറിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഡസ് കിട്ടുകയും പ്ലൂറലിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഡു കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ കൂടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. ഇനി വൺ മോർ എക്സാമ്പിൾ. നമ്മുടെ ഗോസ്. ഗോസ് സിംഗുലർ അല്ലേ? അപ്പൊ ഗോസിനകത്ത് ആരുണ്ട്? ഡസ് പ്ലസ് ഗോ. ഇനി ഗോ ആണെങ്കിലോ ഡു പ്ലസ് ഗോ. ഇനി ഗോന്റെ V2 എന്താ? വെന്റ്. വെന്റ് എങ്ങനെയാ വരിക? ഡിഡ് പ്ലസ് ഗോ. ഡിഡ് പ്ലസ് വെന്റ് എന്ന് എഴുതരുത് കേട്ടോ. വെന്റ് V2 ആണ്. V2വിനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റുന്നത് എങ്ങനെയാ? ഡിഡ് പ്ലസ് V1. അപ്പൊ ഡിഡ് പ്ലസ് ഗോ എന്നാണ് കിട്ടുന്നത്. അപ്പൊ മനസ്സിലായല്ലോ എല്ലാവർക്കും എങ്ങനെയാണ് വെർബിനെ സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളത്? ഒന്ന് രണ്ടെണ്ണം ഞാൻ ചോദിക്കാം. റൈറ്റ്, WRIT, റൈറ്റ്. റൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് എന്താ കിട്ടുക? പ്ലൂറൽ വെർബ് ആയതുകൊണ്ട് ഡു പ്ലസ് റൈറ്റ്. ഇനി അത് റോട്ട് എന്ന് ഞാൻ പറഞ്ഞാലോ? ഡിഡ് പ്ലസ് റൈറ്റ്. റൈറ്റ്സ് എന്ന് പറഞ്ഞാലോ? ഡസ് പ്ലസ് റൈറ്റ്. അപ്പോൾ ഡസ് ഡു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ റൈറ്റ് റൈറ്റ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, V1 പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി സ്പീക്കിനെ സ്പ്ലിറ്റ് ചെയ്താലോ? ഡു പ്ലസ് സ്പീക്ക്. സ്പോക്ക് ആണെങ്കിലോ? ഡിഡ് പ്ലസ് സ്പീക്ക്. സ്പീക്സ് ആണെങ്കിലോ? ഡസ് പ്ലസ് സ്പീക്ക്. ക്ലിയർ ആയല്ലോ? ഒട്ടും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ. ഫൈൻ. അപ്പോൾ ഇങ്ങനെയാണ് ഓക്സിലറി വെർബ് കണ്ടെത്തുന്നത്. അപ്പോൾ ഡൂവും ഡസും ആണ് സിമ്പിൾ പ്രസന്റിൽ ഉപയോഗിക്കുന്നത്. സിംഗുലറിന് വേണ്ടി ഡസും പ്ലൂറലിന് വേണ്ടി ഡൂവും എന്ന് മറക്കാതെ ഓർത്ത് വെക്കുക. ഫൈൻ. ഇനി നമുക്ക് സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഒരു ചോദ്യം സിമ്പിൾ പ്രസന്റിലാണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ ഒബ്വിയസ്ലി ആ ചോദ്യത്തിൽ പല ക്ലൂവും നമുക്ക് തന്നിട്ടുണ്ടാവും. ടെൻസുകളെ ബേസ് ചെയ്യുന്ന ചോദ്യങ്ങളിലെല്ലാം മിക്കപ്പോഴും സന്ദർഭങ്ങളിലെല്ലാം തന്നെ ഏത് ടെൻസിലാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്, കാരണം വെർബാണ് നമുക്ക് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. വെർബിന്റെ ഭാഗത്തായിരിക്കും നമുക്ക് ബ്ലാങ്ക് വരിക. ഈ വെർബ് കണ്ടുപിടിക്കണമെങ്കിൽ ആ ചോദ്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടാവും. എല്ലാ ടെൻസുകളിലും ഇതുപോലെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ക്ലൂ വരും. ഡിഫറെന്റ് ക്ലൂസ് ആയിരിക്കും ഓരോ ടെൻസിലും കേട്ടോ. അപ്പൊ സിമ്പിൾ പ്രസന്റിനെ കണ്ടുപിടിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ക്ലൂ വേർഡ്സ്, ഹിന്റ് വേർഡ്സ്, അഡ്വർബാണ്. അഡ്വർബ് എന്നാണ് ഈ സാധാരണ ഈ വാക്ക് കേട്ടോ. വെർബിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്കുകൾ, അതാണ് അഡ്വേർബ്സ്. ആ അഡ്വേർബ്സിനെയാണ് നമ്മൾ ഹിന്റ് വേർഡ്സ്, കീ വേർഡ്സ്, ക്ലൂ വേർഡ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന വേർഡുകൾ ഏതൊക്കെയാണ് എന്നത് അടുത്ത ചാർട്ടിൽ കാണാം. നോക്കിക്കോളൂ. ഇനി തന്നിരിക്കുന്ന വാക്കുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒബിയസ്ലി നിങ്ങൾ എന്ത് മനസ്സിലോർത്തിട്ടുണ്ടാവണം? ഇത് സിമ്പിൾ പ്രസന്റിൽ മാത്രം ഉപയോഗിക്കുന്ന വാക്കുകളാണ് എന്ന്. ശ്രദ്ധിക്കൂ ചാർട്ട്. യൂഷ്വലി, റെഗുലർലി, ഒക്കേഷണലി, ഡെയിലി, മന്ത്ലി, വീക്ക്ലി, ആനുവലി, ഇയർലി, then once, twice, thrice, frequently, rarely, barely, habitually, generally, occasionally, everyയുടെ കൂടെ എവറി തനിച്ച് വരില്ല കേട്ടോ. എവറി ഡേ, എവറി വീക്ക്, എവറി മന്ത്, എവറി ഇയർ, എവറി സൺഡേ, എവറി മൺഡേ, അതുപോലെ വൺസ്, ട്വൈസ്, ത്രൈസ്, നെവർ, സെൽഡം, ഓഫൺ എന്നൊക്കെ ഞാൻ ചാർട്ടിൽ കുറേ വാക്കുകൾ ഓർഡറിലെല്ലാം ഞാൻ കാണാതെ പറയുകയാണ്. അതുകൊണ്ട് ഓർഡർ ഏതാന്ന് നിങ്ങൾ കറക്റ്റായി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം
ഈ വാക്കുകളെല്ലാം ഇപ്പൊ ജനറലി, ഹാബിച്വലി, ഒക്കേഷണലി, ഓൾവേസ് എന്നെല്ലാം സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഓർക്കുക ഇത് ടെൻസ് സിമ്പിൾ പ്രസന്റ് ആണ്. ഇനി സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ SES ഉള്ള വെർബ് എഴുതണം, പ്ലൂറൽ ആണെങ്കിൽ V1 എഴുതണം. അല്ല ഡൂൺ ഡസും ചേർക്കുകയാണെങ്കിൽ പ്ലൂറലിന്റെ കൂടെ ഡൂ ചേർക്കുക, സിംഗുലർ കൂടെ ഡസ് ചേർക്കുക എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഈ കീ വേർഡുകൾ മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചോളൂ. ഇത് നിങ്ങൾക്ക് സിമ്പിൾ പ്രസന്റിനെ കണ്ടുപിടിക്കാൻ എപ്പോഴും സഹായിക്കുന്ന വാക്കുകളാണ് കീ വേർഡ്സ് അഥവാ അഡ്വെർബുകൾ. സിമ്പിൾ പ്രസന്റിലെ അഡ്വെർബുകൾ. മറ്റു ടെൻസിൽ ഇതെല്ലാം മാറി മാറി വരും. ഓക്കെ, അപ്പൊ കീവേഡ്സ് എല്ലാവർക്കും മനസ്സിലായല്ലോ, ഫോർമുലകൾ മനസ്സിലായി, കീവേഡുകളും മനസ്സിലായി. ഇനി സിമ്പിൾ പ്രസന്റിൽ വരുന്ന ഒരു 6-7 റൂളുകൾ, എന്തൊക്കെ കണ്ടീഷനാണ് സിമ്പിൾ പ്രസന്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന റൂൾസ് നോക്കാം. ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളൂ, റൂൾ നമ്പർ 1, പ്രസന്റ് ഹാബിറ്റ്സ്. ഓക്കെ, പ്രസന്റ് ഹാബിറ്റ് വേറെ, പാസ്റ്റ് ഹാബിറ്റ് വേറെ. പാസ്റ്റ് ഹാബിറ്റ് നമുക്ക് അടുത്തൊരു ടെൻസിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഇവിടെ ഈ ടെൻസിൽ നമ്മൾ പറയുന്നത് പ്രസന്റ് ഹാബിറ്റ്സ്. നിലവിൽ നിങ്ങൾക്ക് എന്തൊക്കെ ശീലങ്ങളുണ്ടോ, എന്തൊക്കെ നിങ്ങൾ പതിവായി ചെയ്യാറുണ്ടോ അതെല്ലാം ഏത് ടെൻസിൽ എഴുതിക്കോളൂ, സിമ്പിൾ പ്രസന്റിൽ എഴുതിക്കോളൂ. ഫോർ എക്സാമ്പിൾ, ഹി റീഡ്സ് ന്യൂസ് പേപ്പർ ഡെയിലി. അവൻ ഡെയിലി പത്രം വായിക്കാറുണ്ട്, അത് അവന്റെ ഒരു ഹാബിറ്റ് ആണ്. ഞാൻ ദിവസവും 5 മണിക്ക് ഉറങ്ങിയിരിക്കും. എന്തെഴുതും? ഐ വേക്ക് അപ്പ് അറ്റ് 5 AM അല്ലെ. നിങ്ങൾ ഡെയിലി പാർക്കിൽ പോവാറുണ്ട്. അതൊക്കെ എന്താ പറയാ, ഹാബിറ്റുകളാണെങ്കിൽ ഏത് ടെൻസിൽ എഴുതാവൂ, സിമ്പിൾ പ്രസന്റിൽ എഴുതാവൂ. അതാണ് സിമ്പിൾ പ്രസന്റ് ഫസ്റ്റ് റൂൾ, പ്രസന്റ് ഹാബിറ്റ്സ്. പാസ്റ്റ് ഹാബിറ്റ് വേറെ ടെൻസ് ആണ് കേട്ടോ. അപ്പൊ പ്രസന്റ് ഹാബിറ്റ് വന്നാലാണ് സിമ്പിൾ പ്രസന്റ്. ഇനി രണ്ടാമത്തെ സിമ്പിൾ പ്രസന്റ് റൂൾ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ട്രൂത്തുകൾ, പ്രപഞ്ച സത്യങ്ങൾ, ഒരിക്കലും മാറ്റമില്ലാതെ യുണീക്കായി നിൽക്കുന്ന പ്രപഞ്ച സത്യങ്ങളെല്ലാം. എന്താണ് ഉദാഹരണം? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അതുപോലെ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്, എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഇതെല്ലാം എന്താണ്? യൂണിവേഴ്സൽ ട്രൂത്തുകളാണ്. ഇവിടെ സൺ സെറ്റ്സ് എന്നും എർത്ത് റിവോൾവ്സ് എന്നും സൺ റൈസസ് എന്നും പറയാൻ കാരണം എന്താ? സണ്ണും മൂണും ഒക്കെ എന്താണ്? സിംഗുലർ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ യൂണിവേഴ്സൽ ട്രൂത്തുകളെല്ലാം സിമ്പിൾ പ്രസന്റിലാണ് വരുന്നത്. ഇനി സിമ്പിൾ പ്രസന്റ് അടുത്ത റൂൾ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സയന്റിഫിക് ഫാക്ട്സ്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതകൾ, സയൻസ് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ വെറുതെ പറയുന്ന ഡയലോഗ് അല്ലാതെ സയൻസ് തെളിയിച്ച കാര്യങ്ങളാണെങ്കിൽ ദാറ്റ് മീൻസ് വാട്ടർ ഫ്രീസസ് അറ്റ് 0 degrees Celsius. വെള്ളം കട്ടയാകുന്നത് 0 ഡിഗ്രിയിലാണ് എന്ന് സയൻസ് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. സോ അതും ഏത് ടെൻസിലേ വരത്തുള്ളൂ? സിമ്പിൾ പ്രസന്റിലേ വരുന്നുള്ളൂ. നെക്സ്റ്റ് വൺ, പ്രോവർബുകളും തോട്ടുകളും, പഴഞ്ചൊല്ലുകളും ചിന്തകളും. പ്രോവർബ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെയാ? ഇപ്പൊ നോക്കൂ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്, അതുപോലെ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം, ഈവൻ ടൈം ആൻഡ് ചൈൽഡ് വെയിറ്റ്സ് ഫോർ നോ മാൻ. ഇതെല്ലാം പ്രോവർബുകളും തോട്ടുകളുമാണ്. ഇതൊക്കെ നമ്മൾ ഏത് ടെൻസിലാണ് എഴുതിയേ? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് എഴുതിയത്. ഓക്കെ, അപ്പൊ പ്രോവർബും തോട്ടും ഏത് ടെൻസിലേ വരത്തുള്ളൂ? സിമ്പിൾ പ്രസന്റിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ, സിമ്പിൾ പ്രസന്റിന്റെ അടുത്ത റൂൾ എന്ന് പറയുന്നത് ന്യൂസ് ഹെഡ്ലൈൻസ്. ഓക്കെ, എത്രാമത്തെ റൂൾ? അത് 4ാമത്തെ റൂൾ അല്ലെ. ന്യൂസ് ഹെഡ്ലൈൻസ്. പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അവരതിലുള്ള ഹെഡ്ലൈനുകളെല്ലാം എഴുതുന്നത് ഏത് ടെൻസിലായിരിക്കും? സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ദ പ്രൈം മിനിസ്റ്റർ സൈൻസ് ഡീൽ. പ്രൈം മിനിസ്റ്റർ സിംഗുലർ ആയതുകൊണ്ടാണ് എന്ത് വന്നത്? സയൻസ് എന്ന് വന്നത്. പ്രൈം മിനിസ്റ്റർ സയൻസ് ഡീൽ എന്ന് പറഞ്ഞത് ഒരു ന്യൂസ് ഹെഡ്ലൈൻ ആണ്. സോ അതും ഏത് ടെൻസിൽ എഴുതിയത്? സിമ്പിൾ പ്രസന്റിലാണ്. നെക്സ്റ്റ് വൺ, കമന്ററി, ലൈഫ് കമന്ററി, സ്പോർട്സ് കമന്ററീസ്. സ്പോർട്സ് കമന്ററികളെല്ലാം തന്നെ നമ്മൾ ഏത് ടെൻസിലേ പറയാറുള്ളൂ? സിമ്പിൾ പ്രസന്റിലാണ് പറയുന്നത്. വിരാട് സ്ട്രൈക്സ് ദ ബോൾ. ഓക്കെ, വിരാട് സ്ട്രൈക്സ് ദ ബോൾ. അവിടെയും ഏത് ടെൻസാണ് യൂസ് ചെയ്തത്? കമന്ററി ആയതുകൊണ്ട് സിമ്പിൾ പ്രസന്റിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി സിമ്പിൾ പ്രസന്റിന്റെ അവസാനത്തെ റൂളാണ് ഒരു പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ. അതായത് ഓൾറെഡി പ്ലാൻ ചെയ്ത് മുൻകൂട്ടി തീരുമാനിച്ച് ഒരു ഡിസ്റ്റന്റ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഉടനടി അല്ലാതെ കുറച്ച് ടൈം എടുത്ത് നടക്കുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു വെക്കുകയും എന്നാൽ അത് ഒരു ഡിസ്റ്റന്റ് ഫ്യൂച്ചറിൽ നടക്കാൻ പോവുകയുമാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതിൽ പറയാം? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയാം. ഫോർ എക്സാമ്പിൾ, ദ ചീഫ് മിനിസ്റ്റർ വിസിറ്റ്സ് ഡൽഹി നെക്സ്റ്റ് മന്ത്.
ചീഫ് മിനിസ്റ്റർ സിംഗുലർ ആയതുകൊണ്ട് വിസിറ്റ്സ് എന്നെഴുതി. എപ്പോഴാണ് പുള്ളിക്കാരൻ വിസിറ്റ് ചെയ്യാൻ പോണത്? അടുത്ത മാസം, നാളെ ഒന്നുമല്ല, അടുത്ത മാസം. ഇത് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച് ഒരു ഡിസ്റ്റന്റ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിൾ പ്രസന്റിന്റെ റൂളായിട്ട് ഓർത്തു വെക്കണം. എന്തൊക്കെയാണ് റൂള്? പ്രസന്റ് ഹാബിറ്റുകളാകാം, യൂണിവേഴ്സൽ ട്രൂത്തുകളാകാം, സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഫാക്റ്റുകളാകാം, പ്രോവർബുകൾ, തോട്ടുകളാകാം, ന്യൂസ് ഹെഡ്ലൈൻസ് ആകാം, കമന്ററീസ്, ലൈഫ് കമന്ററീസ് ആകാം, പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷനും ആകാം. ഏത് ടെൻസിൽ വരുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സിമ്പിൾ പ്രസന്റിനെ തന്നെ ബേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് മറക്കാതെ ഓർത്തു വെക്കുക. കീവേഡ്സ് ഏതാണെന്ന് ഓർക്കുക. ഫോർമുല സബ്ജക്ട് V1 ഒബ്ജക്റ്റ്, സബ്ജക്ട് ഡു ഡസ് V1 ഒബ്ജക്റ്റ് എന്നുള്ള ഫോർമുല ഓർക്കുക. ഡൂൺ ഡസും എങ്ങനെ കിട്ടിയതെന്ന് ഓർത്ത് വെക്കുക. കീവേഡ്സ് മറക്കാതെ ഓർത്ത് വെക്കുക. റൂളുകളും മറക്കാതെ ഓർത്ത് വെക്കുക. ഇത്രയുമാണ് സിമ്പിൾ പ്രസന്റ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലാണ് അടുത്ത ടെൻസ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. എല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും, അതുകൊണ്ടാണ്. ഫൈൻ. അപ്പൊ നമ്മുടെ ഗെയിം നോക്കണ്ടേ? ഇന്നാണ് നമ്മുടെ അവസാനത്തെ ഗെയിമാണ് കേട്ടോ. ഇന്ന് ഞാൻ തരാൻ പോണ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ 10 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഫ്രേസൽ വെർബ്സ്. അപ്പോൾ ഇന്നത്തോടു കൂടി ഫ്രേസൽ വെർബുകൾ എൻഡ് ചെയ്യും. നാളെ മുതൽ നമ്മൾ പുതിയൊരു വൊക്കാബുലറി സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഞാൻ ഇന്നലെ നിങ്ങൾക്ക് തന്ന വൊക്കാബ്സ് ഏതൊക്കെയാണ് നോക്കാം. ആദ്യത്തേത് മേക്കപ്പ്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇൻവെന്റ് അല്ലെങ്കിൽ കോമ്പൻസേറ്റ്. നെക്സ്റ്റ് വൺ മേക്ക് ഓവർ, കൺവേർട്ട്. ആൻഡ് മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്. മേക്ക് ഫോർ, കോൺട്രിബ്യൂട്ട്. മേക്ക് ഓഫ്, റൺ അവേ, എസ്കേപ്പ്. ഓക്കെ, കുറേ പേര് ആൻസേഴ്സ് എഴുതി അയച്ചു. ആദ്യം അയച്ചത് നന്ദിനി ഫ്രം വണ്ടിത്താവളം. താങ്ക് യു നന്ദിനി, ഫസ്റ്റ് കമന്റ് ചെയ്തതിന്. ഇനി ബാക്കിയുള്ളവരിൽ നിന്ന് ഒരു ടോസ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഞാൻ ഡെയിലി എടുക്കുന്ന പോലെ ഇന്നും എടുക്കുന്നു. യെസ്, ദാറ്റ് ഈസ് അഗെയിൻ ദിനിൽ. ദിനിൽ കുറച്ച് ദിവസം മുമ്പ് കൂടെ കിട്ടിയതായിരുന്നു. ദിനിൽ വൺസ് മോർ. ഓക്കെ, അപ്പോൾ ദിനിൽ താങ്ക് യു. അയച്ച എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അപ്പോൾ ഫ്രേസൽ വെർബുകൾ ഇത്രയും ദിവസം പഠിച്ചത് ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഇന്നത്തെ ഫ്രേസൽ വെർബ് കൂടെ തന്നു കഴിഞ്ഞാൽ ഇതിന്റെ 10 സെക്ഷൻ കംപ്ലീറ്റ് ആവും. എഴുതി വെച്ചോളൂ. ഇന്നത്തെ ഫ്രേസ് ഏതൊക്കെയാണെന്നുള്ളത്? ലുക്ക് ആഫ്റ്റർ. രണ്ടാമത്തെ ടേക്ക് ഓഫ്, OFF. ഹോൾഡ് ഓൺ, ലുക്ക് ഇൻ ടു, പാസ് എവേ. ഒരു തവണ പറയാം. ലുക്ക് ആഫ്റ്റർ, ടേക്ക് ഓഫ്, ഹോൾഡ് ഓൺ, ലുക്ക് ഇൻ ടു, പാസ് എവേ. കിട്ടിയല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് എഴുതി അയക്കുക. ഇനി പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മുമ്പ് നമ്മൾ ഒത്തിരി ക്ലാസ്സുകൾ, ഒരു 10-25 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം മറക്കാതെ കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.